കുട്ടികളുടെ വാർത്തയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാർക്കായി നിരവധി പുതിയ വാർത്തകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ കുട്ടികളുടെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രധാന വാർത്തകൾ. ജവഹർ ബാലജന വേദിയുടെ പിറന്നാൾ ആഘോഷം. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന കുട്ടികളുടെ ചലച്ചിത്ര ക്യാമ്പ്. കുഞ്ഞു മനസ്സുകളെ ചിന്തിപ്പിച്ച ഡോക്ടർ സിയൂസ് വീണ്ടും. സ്നോ വൈറ്റ് ആൻഡ് ദ ഹണ്ട്സ്മാൻ തിയേറ്ററിലേക്ക്. ജവഹർ ബാലജന വേദിയുടെ 5ാം പിറന്നാൾ ആഘോഷം തിരുവനന്തപുരത്ത് നടന്നു. നിരവധി കൂട്ടുകാരാണ് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനായി എത്തിയിരുന്നത്. എന്നാൽ തുടർന്ന് നടന്ന മാജിക് ഷോയാണ് കാണികളായ കുട്ടികളെ പിടിച്ചിരുത്തിയ ഐറ്റം. രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടന്നത്. 5ാം പിറന്നാൾ ആഘോഷം കെങ്കേമമാക്കാൻ പ്രമുഖ നേതാക്കളെല്ലാം എത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു. മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജയലക്ഷ്മി, ജോസഫ് വാഴക്കൻ MLA എന്നിവരും ചടങ്ങിനെ മാറ്റുകൂട്ടി. പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് ഏവരും ആഹ്ലാദം പങ്കിട്ടു. എന്നാൽ കൊച്ചുകൂട്ടുകാർക്ക് ഏറ്റവും രസിച്ച മാജിക് ഷോ ഒന്ന് കണ്ടുനോക്കൂ.
കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം. കൂട്ടുകാർക്കൊക്കെ സിനിമ കാണാൻ ഇഷ്ടമല്ലേ? സിനിമകൾ എങ്ങനെ കാണണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പ് ഈയിടെ തിരുവനന്തപുരത്ത് നടന്നു. നിരവധി കൂട്ടുകാരാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയത്. മെയ് 18 മുതൽ 20 വരെയാണ് ക്യാമ്പ്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചലച്ചിത്രരംഗത്തെ നിരവധി പ്രമുഖർ ക്ലാസുകൾ എടുത്തു. പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ക്ലാസ്സായിരുന്നു ക്യാമ്പിന്റെ മുഖ്യ ആകർഷണം. ഈ നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ സിനിമയെ സംബന്ധിച്ചുള്ള ധാരണകളെ വളരെ പ്രതിലോമപരമായിട്ട് ബാധിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത്. വളരെ കാലത്തെ സമ്മർദ്ദങ്ങളുടെ ഫലമായി സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ ചില ലേഖനങ്ങൾ സിനിമയെപ്പറ്റി അപൂർവമായിട്ട് പഠിക്കാൻ ഏർപ്പാടാക്കാറുണ്ട്. 7-8 ക്ലാസ്സുകളിലൊക്കെയാണ്. ആർട്ട്, കൊമേഴ്സ്യൽ സിനിമകളെക്കുറിച്ചും അവയുടെ നിർമ്മാണത്തെക്കുറിച്ചും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാൻ ഉതകുന്നതായിരുന്നു ക്യാമ്പ്. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം. കുഞ്ഞു മനസ്സുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി വീണ്ടും ഡോക്ടർ സിയൂസ് എത്തി. അപ്പോൾ ഇനി ഡോക്ടറുടെ വിശേഷങ്ങൾ കാണാം. Did your ball land in my backyard again? A model airplane, this time. Let's go take a look. എണ്ണിയാൽ തീരാത്തത്ര കഥകളും കവിതകളും കൊണ്ട് കുഞ്ഞുമനസ്സുകളെ കോൾമയർ കൊള്ളിച്ച ലോക പ്രശസ്തനായ ബാലസാഹിത്യകാരനാണ് ഡോക്ടർ സിയൂസ്. ദലോറാക്സ് എന്ന സിനിമയിലൂടെയാണ് ഡോക്ടർ സിയൂസ് വീണ്ടും കൂട്ടുകാർക്ക് മുന്നിലെത്തുന്നത്. Living tree. So, Mom, do you happen to know if there's, like, any place where I could get a real tree? തന്റെ പബ്ലിക്കേഷൻ ഇറങ്ങി 75 വർഷത്തിന് ശേഷം ഡോക്ടർ സിയൂസ് 1937 തന്റെ ആദ്യ സമാഹാരമായ ആൻഡ് ടു തിങ്ക് ഐ സോ ഇറ്റ് ഓൺ മൾബറി സ്ട്രീറ്റ് എഴുതിയത്. തുടർന്ന് 46ഓളം പുസ്തകങ്ങൾ എഴുതി. ഒടുവിൽ പുറത്തിറങ്ങിയത് ഓഫ് ദി പ്ലേസസ് യു വിൽ ഗോ ആയിരുന്നു. 1991 മരണമടഞ്ഞ സിയൂസിന്റെ പല കഥകളും വളരെ പ്രശസ്തവും നിരവധി അവാർഡുകൾ നേടിയതുമായിരുന്നു. Did you chop down this tree? What's that? I think he did it. പല സൃഷ്ടികളും നോവലുകളായും നാടകങ്ങളായും സംഗീതാൽബങ്ങളായും പുറത്തിറങ്ങി. 1966 അദ്ദേഹത്തിന്റെ ക്ലാസിക് കൃതിയായ ഹൗ ദ ഗ്രിഞ്ച് സ്റ്റോൾ ക്രിസ്മസ് റിലീസായത്. പിന്നീട് സിനിമയാക്കപ്പെട്ട ഈ കഥ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള TV സിനിമ എന്ന ബഹുമതി കരസ്ഥമാക്കി. കഴിഞ്ഞ മാർച്ച് 2 108ാം ജന്മദിനത്തോടനുബന്ധിച്ച് റിലീസായ ചിത്രമാണ് ദലോറാക്സ്. You have been warned. സാക് എഫ്രോൺ, ഡാനി ഡെവിറ്റോ, ടൈലർ സ്വിഫ്റ്റ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ലോറാക്സിന് വമ്പൻ പ്രതികരണമാണ് ലഭിച്ചത്. തന്റെ സ്വപ്നത്തിലെ കൂട്ടുകാരിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും അനുയോജിച്ച മാർഗം തേടി അലയുന്ന ഹൈസ്കൂൾ കുട്ടിയുടെ കഥയാണ് സിനിമ പറയുന്നത്. ഡോക്ടർ സിയൂസിന്റെ ഒറിജിനൽ ബുക്കിനോട് 100% നീതി പുലർത്താൻ സിനിമ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകം അമേരിക്കയിൽ തരംഗം സൃഷ്ടിച്ച ഡോക്ടർ സിയൂസ് ദ ലോറാക്സ് വെള്ളിയാഴ്ചയാണ് ഇന്ത്യയിൽ റിലീസായത്. You right now. But we don't have time for that. I don't know, we have a little time. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ആംഗ്രി ബേർഡിന്റെ കഥകൾ കേട്ടില്ലേ? ഇനി നമുക്ക് ഫേസ്ബുക്കിലെ ഫാൻവില്ലേ എന്ന ഗെയിമിനെ കുറിച്ച് അറിയാം.
നിലമുഴുന്നതും ചെടി നടുന്നതും വിളവെടുക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇനി കൂട്ടുകാർക്കും ഇതൊക്കെ ചെയ്യാം. എങ്ങനെയെന്നല്ലേ? ഫേസ്ബുക്കിലൂടെ. ഫേസ്ബുക്കിലെ ഫാംവില്ലെ എന്ന ഗെയിമിലാണ് നിലമുഴുന്നതും ചെടി നടുന്നതും വിളവെടുപ്പും എല്ലാം. ഒഴിഞ്ഞ ഒരു പാടത്തിൽ നിന്നാണ് കളി തുടങ്ങുന്നത്. നിലമുഴുന്നതിനും ചെടി നടുന്നതിനുമൊക്കെ പോയിന്റ് ലഭിക്കും. കിട്ടുന്ന കോയിനുകൾ കൊണ്ട് വിത്തുകൾ വാങ്ങാനും മൃഗങ്ങളെ വാങ്ങാനും കയ്യിലുള്ള പഴവർഗ്ഗങ്ങൾ വിൽക്കാനും കഴിയും. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതി വിഷമിക്കേണ്ട കേട്ടോ. ഫേസ്ബുക്കിലെ മറ്റ് സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. സർപ്രൈസ് ഗിഫ്റ്റുകളും നൽകാം. 2011 എ വെരി ഫാമിലെ ക്രിസ്മസ് എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിമും ഇറക്കി. കൃഷിയും നെൽപ്പാടങ്ങളും എല്ലാം അന്യം വന്ന ഈ കാലത്ത് ഇത്തരം ഗെയിമുകളിലൂടെയെങ്കിലും നമുക്ക് കൃഷിയെക്കുറിച്ചറിയാം. No time to waste. Let's send these airmail. I really wish I could fly. It's not your fault you're poultry. Anybody have a stamp? കുട്ടികളുടെ വാർത്ത ജെഹിനോസ്. സ്നോ വൈറ്റിന്റെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. സ്നോ വൈറ്റ് ആൻഡ് ദി ഹൺസ്മാൻ ജൂൺ 1 തിയേറ്ററുകളിൽ എത്തും. My queen, yet another kingdom falls to your glory. Is there no end to your power? Mirror, mirror on the... സ്നോ വൈറ്റിനെ കൊലപ്പെടുത്താനായി ദുഷ്ടനായ വേടൻ അവളെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവളെ സംരക്ഷിക്കുന്നവരെ പ്രതിരോധിച്ചു വേണം വേട്ടക്കാരന് സ്നോ വൈറ്റിനെ വധിക്കാൻ. Find me someone who doesn't fear the dark forest to hunt her down. Hey! If I refuse... പ്രേക്ഷകരിൽ ഉദ്വേഗം ജനിപ്പിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ടു പോകുന്നത്. ക്രിസ്റ്റ്യൻ സ്റ്റീവർട്ട്, ക്രിസ് ഹെംസ്വർത്ത് തുടങ്ങിയവർ വേഷമിട്ടിരിക്കുന്നു. You should know you're the one hunting me. You have eyes, huntsman, but you do not see. She is destined to end the darkness. I should have killed her when she was a child. I need her heart. റോബർട്ട് സാൻഡേഴ്സ് സംവിധാനം ചെയ്യുന്ന സ്നോ വൈറ്റ് ആൻഡ് ദി ഹൺസ്മാൻ ജൂൺ 1 തിയേറ്ററുകളിൽ എത്തും. I've seen what she sees. I can't kill her. I will give this wretched world the queen it deserves. Lips red as blood, hair black as night. Bring me your heart, my dear, dear Snow White. Let them come. കുട്ടികളുടെ വാർത്ത ജെഹിനോസ്. ഭരതനാട്യത്തിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ടിസയെ ഇനി പരിചയപ്പെടാം. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ടിസ. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഗ്രൂപ്പ് ഡാൻസിലും തുടങ്ങി നിരവധി രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച് ശ്രദ്ധേയാവുകയാണ് നമ്മുടെ ഈ കൂട്ടുകാരി. ഇടുക്കി തൂക്കുപാലം
വിജയമാത സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ടിസമോൾ അന്നാചാണ്ടി. കലാമത്സരങ്ങളിൽ മാത്രമല്ല പഠനത്തിലും പരീക്ഷയിലും നിരവധി സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ടിസമോൾ. തന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, മാതാപിതാക്കൾ, കൂട്ടുകാർ തുടങ്ങിയവരെ ടിസ നന്ദിയോടെയാണ് സ്മരിക്കുന്നത്. മമ്മിയും പപ്പായുമാണ് ഏറ്റവും കൂടുതൽ എന്നെ ഡാൻസിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മി എല്ലാവരും എന്നെ പ്രസംഗവും ഡാൻസിനും എല്ലാത്തിനും എന്നെ വിടാറുണ്ട്. ഞാൻ നാടകം കളിക്കാറുണ്ട്. നാടകത്തിനും എല്ലാത്തിനും എൻ്റെ വീട്ടുകാരെന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. കൊച്ചറ നെറ്റിത്തൊഴുവിൽ പാറയിൽ വീട്ടിൽ ചാണ്ടിയുടെയും ശാന്തമ്മയുടെയും മക്കളാണ് നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരി. കൃഷിപ്പണിക്കാരനായ പിതാവ് വളരെ പ്രതീക്ഷയോടെയാണ് മക്കളെ നൃത്ത മത്സരങ്ങളിലും മറ്റും പങ്കെടുപ്പിക്കാറുള്ളത്. അജിത കുമാരിയാണ് ടിസയുടെ ഗുരു. ടിസമോൾക്ക് കുട്ടികളുടെ വാർത്തയുടെ എല്ലാവിധ ആശംസകളും. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്, ഇടുക്കി. കൂട്ടുകാർക്കെല്ലാം മുത്തശ്ശി കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? മുത്തശ്ശി കഥകൾ വെറുതെ കേട്ട് കളയാനുള്ളതല്ല. ഓരോ കഥയിലെയും ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. ഇതാ വരുന്നു ഇന്നത്തെ മുത്തശ്ശി കഥ. തെനാലിരാമൻ കഥകൾ കുറെ കൂട്ടുകാർ കേട്ടല്ലോ. അപ്പോൾ രാമകൃഷ്ണൻ തെനാലിരാമനായ കഥ ഇന്ന് കേൾക്കാം. ഒരു ദിവസം രാമകൃഷ്ണൻ മരച്ചുവട്ടിലിരുന്ന് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരു മഹർഷി പറഞ്ഞു, രാമകൃഷ്ണ, നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നീ കാളിമാതാവിന്റെ ക്ഷേത്രത്തിൽ പോയി കാളിമാതാവിന്റെ മന്ത്രം ഉരുവിടും. ദേവി നിന്നിൽ സംപ്രീതനാവും. എന്നിട്ട് മഹർഷി രാമകൃഷ്ണന് മന്ത്രവും പറഞ്ഞു കൊടുത്തു. It's not so easy to see the goddess mother. Then what do I do? How can I see her? Do I have to chant mantras or do meditation? Chant this mantra that I'm going to tell you. The sage tells the mantra in Ramakrishna's ears and advised him to repeat the same before the goddess mother Kali for a full. രാമകൃഷ്ണൻ കാളിമാതാവിന്റെ ക്ഷേത്രത്തിൽ പോയി മന്ത്രം ഉരുവിട്ടു. ദേവി രാമകൃഷ്ണന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ കയ്യിൽ 2 ചെറുകുടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൽ മധുരമുള്ള പാലായിരുന്നു. അത് കുടിച്ചാൽ പണ്ഡിതനായി മാറും. മറ്റേ കുടത്തിൽ പായസമാണ്. അത് കുടിച്ചാൽ പണക്കാരനായി മാറും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് ദേവി രാമകൃഷ്ണനോട് പറഞ്ഞു. And if you drink the sour curd in this bowl, you will become a wealthiest and affluent person. എന്നാൽ രാമകൃഷ്ണൻ 2 കുടങ്ങളും വാങ്ങി കുടിച്ചു. ദേവിക്ക് കലി വന്നു. ഇത് മനസ്സിലാക്കിയ രാമകൃഷ്ണൻ ദേവിയെ തണുപ്പിക്കാനായി ചോദിച്ചു, ദേവി, എനിക്കൊരു സംശയം. സാധാരണക്കാരായ ഞങ്ങൾക്ക് പനി വരുമ്പോൾ 2 കൈകൾ ഉണ്ടായിട്ടും മൂക്ക് ചീറ്റാൻ പ്രയാസമാണ്. അപ്പോൾ 1000 തലയുള്ള ദേവിക്ക് പനി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? Please show me, mother. I'm very much eager to see. Oh, holy mother, you are the supreme. You very well know that both wealth and wisdom are needed for leading a comfortable life. രാമകൃഷ്ണന്റെ നർമ്മബോധം ദേവിക്ക് നന്നേ ബോധിച്ചു. ദേവിയുടെ കോപം ശമിച്ചു. ഇനി മുതൽ രാമകൃഷ്ണൻ വികടകവി തെനാലിരാമനായി അറിയപ്പെടുമെന്ന് ദേവി അനുഗ്രഹിച്ചു. With your devotion, wit and bravery, you will have both wealth and wisdom. From now, you will be a Vikatakavi and gain popularity by entertaining രാമന്റെ ബുദ്ധിവൈഭവവും നർമ്മബോധവും കൊണ്ട് പ്രശസ്തിയും പണവും ഉണ്ടാകുമെന്നും ദേവി അനുഗ്രഹിച്ചു. തെനാലി പറഞ്ഞു, ദേവി, സന്തുഷ്ട ജീവിതമുണ്ടാവാൻ വിദ്യാഭ്യാസത്തിനും ബുദ്ധിക്കുമൊപ്പം ധനം കൂടി വേണം. അതാണ് അടിയൻ ഇത് രണ്ടും തെരഞ്ഞെടുത്തത്. കൂട്ടുകാരെ, നിങ്ങളെന്തു പറയുന്നു? ഇന്നത്തെ കുട്ടികളുടെ വാർത്ത എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ?
പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നിങ്ങളുടെ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, കുട്ടികളുടെ വാർത്ത, ജയ്ഹിന്ദ് TV, കരിമ്പനാൽ ആർക്കേഡ്, ഫോർട്ട് PO, തിരുവനന്തപുരം. ഇമെയിൽ വിലാസം kidsnews@jayhindtv.in. അപ്പോൾ ഇനി പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. വാർത്തകൾ അവസാനിക്കുന്നില്ല. ജയ് ഹിന്ദ്.